ലിറ്റിൽ ഫാമിലി വേൾഡിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആട്ടോ. കുറേ കാലമായിട്ട് ഒരാഗ്രഹം ഒരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ അങ്ങനെയാണ് ലിറ്റിൽ ഫാമിലി വേൾഡ് എന്നുള്ള ഒരു ചാനൽ എത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ ഒരു ചെറിയ ഫാമിലിയാണ്. അപ്പോൾ എൻ്റെ ഒരു കുട്ടി ഫാമിലി ഉണ്ടാകുന്ന സന്തോഷങ്ങൾ എല്ലാവരുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലിറ്റിൽ ഫാമിലി വേൾഡ് എന്ന ഒരു ചാനൽ. അപ്പോൾ ഇതിൽ എൻ്റെ ഫാമിലി, പിന്നെ ഡെയിലി വ്ളോഗ്സ്, പിന്നെ പാരൻറ്റിങ് ടിപ്സ്, ട്രാവൽസ്, ഇതൊക്കെയാണ് കേട്ടോ കണ്ടൻസ്. അപ്പോൾ ഭയങ്കര ഒരു സന്തോഷം. അപ്പം ഈ ഒരു ഫസ്റ്റ് വീഡിയോ എന്ത് ചെയ്യുമല്ലേ, ഇപ്പോൾ വീടിനടുത്തൊരു ശിവക്ഷേത്രമുണ്ട്. ഭയങ്കര പീസ്ഫുള്ളായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്, അധികം തിരക്കൊന്നുമില്ല. അപ്പം നമുക്ക് നല്ല സമാധാനമായിട്ടൊക്കെ പോയിട്ട് തൊഴുതിട്ടൊക്കെ വരാം. അപ്പോൾ നമുക്ക് റെഡിയാവാം അല്ലേ? അപ്പോൾ നമുക്ക് റെഡി ആയിട്ട് വരാം. ആയിട്ടുണ്ട്. നമുക്ക് അമ്പലത്തിലേക്ക് പോയിട്ട് വരാം. കുഞ്ഞിനെ കൊണ്ടുപോകണില്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും കൂടി മാത്രമാണ് പോകുന്നത്. നല്ല അടിപൊളി മഴയാണ്, അപ്പോൾ അവനെ കൊണ്ടുപോയി ശരിയാവത്തില്ല. അങ്ങനെ ഏകദേശം അമ്പലം എത്താറായപ്പം തോർന്നു നിന്ന് മഴ നന്നായിട്ട് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പോഴാണെങ്കിൽ പേരും മഴയും. ഇതിൻ്റെ 500 വർഷത്തോളം പഴക്കമുള്ള അമ്പലം കേട്ടോ, മഹാദേവൻ്റെ അമ്പലമാണ്. ഇതിൻ്റെ തൊട്ട് ബാക്കിൽ ഭാരതപ്പുഴയാണ്, പക്ഷെ അതൊന്നും നമുക്ക് കാണാൻ പറ്റുന്നില്ല, ഭയങ്കര മഴയാണ്. അമ്പലത്തിൻ്റെ അകത്ത് ക്യാമറ റെസ്ട്രിക്റ്റഡ് ആണ്, അകഭാഗമൊന്നും കാണിക്കുന്നില്ല. 3 വർഷം പഴക്കമുള്ള സ്ഥലത്ത് നല്ല സമാധാനമായിട്ട് ഇവിടെ മഹാദേവനെ തൊഴുതു വന്നു കഴിഞ്ഞാൽ അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. ഭഗവാനെയൊക്കെ പോയി കണ്ട് തിരിച്ച് വന്നിട്ടുണ്ട്. ഭഗവാനെയൊക്കെ കണ്ട് തൊഴുതു കഴിഞ്ഞാൽ ഒരു ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് അല്ലേ. ഇന്നാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു, അതുകൊണ്ട് നമ്മുടെ വീഡിയോസ് ഒന്നും തന്നെ ക്ലിയർ ആയെന്ന് പറയാൻ പറ്റില്ല അല്ലേ. ഭയങ്കര മഴയായിരുന്നു, ഇങ്ങനെ ഇരുട്ടും മഴത്തുള്ളിയും എല്ലാം കൂടെ ആയിട്ട്. പിന്നെ അമ്പലത്തിൽ തൊഴാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് നല്ല സമാധാനമായിട്ട് ഭഗവാനെ തൊഴാനൊക്കെ പറ്റിയിട്ടുണ്ട്. പിന്നെ മഴയും കൂടെ നല്ല എന്താ പറയുക, നമുക്ക് അമ്പലത്തിലൊക്കെ ചെന്ന് കഴിയുമ്പോഴേക്കും ഉണ്ടല്ലോ നല്ലൊരു പോസിറ്റീവ് എനർജിയല്ലേ. ചന്ദനത്തിരിയുടെയും പൂക്കളും എല്ലാം കൊണ്ടൊരു സ്മെല്ലും ഭഗവാനെ സമാധാനമായിട്ട് തൊഴുമ്പോൾ ഭയങ്കര ഒരു സമാധാനം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വ്ളോഗായിരുന്നു കേട്ടോ ഇത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻസ് എഴുതണം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസിലൂടെ ഇനിയും കാണാം. താങ്ക് യു.